ഭരണാധികാരി എന്ന നിലയിൽ ശൈലജ ടീച്ചർ തൻ്റെ കഴിവ് തെളിയിച്ചതാണ്. പ്രത്യേകിച്ച് നിപ്പ കോവിഡ് കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ടീച്ചർ വളരെ ഭംഗിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അത് കേരള ജനത രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ടീച്ചറമ്മ എന്നാണ് പറയുന്നത്. കേരളത്തിലെ സ്ത്രീ വോട്ടർമാരുടെ ഇടയിൽ ടീച്ചർക്ക് വളരെയധികം സ്വീകാര്യതയും സ്വാധീനവുമുണ്ട്. ആ നിലയ്ക്ക് നമുക്ക് കേരളത്തിൽ ഇന്നേ വരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. നമ്മൾ പലപ്പോഴും KR ഗൗരിയമ്മയെ പോലെ ഒരു 10 ആണുങ്ങൾ ഒരുമിച്ച് നിന്ന KR ഗൗരിയമ്മയുടെ കാലിബർ ഇല്ല. എന്നിട്ടും സ്ത്രീ ആയതിൻ്റെ പേരിൽ മാത്രം KR ഗൗരിയമ്മ സൈഡ് ലൈൻഡ് ആയി. പലരും എത്ര പുരോഗമനം എന്ന് പറഞ്ഞാലും സ്ത്രീകളുടെ കീഴിൽ പണിയെടുക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. എക്സെപ്ഷൻസ് ഇന്ത്യയിൽ തന്നെ ഉണ്ടായി. ഇന്ദിരാഗാന്ധി നമ്മളെ ഭരിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് വലിയൊരു അച്ഛൻ്റെ മകളായതുകൊണ്ട് വലിയൊരു മേൽവിലാസം ഉള്ളതുകൊണ്ട് അതങ്ങനെ അങ്ങോട്ട് നടന്നു എന്നുള്ളതാണ്. എല്ലാ ഹേർഡിൽസിനെയും മറികടന്ന് അച്ഛൻ പ്രതിഷ്ഠിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ അങ്ങനെ നടക്കുന്നുള്ളൂ. അരിസ്റ്റോക്രസിയുടെയും അല്ലെങ്കിൽ അച്ഛൻ്റെ ചന്തിയുടെ തഴമ്പിലൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യയിലും കേരളത്തിലൊക്കെ നേതാക്കന്മാരായിട്ട് വരുന്നത്. കരുണാകരൻ്റെ മകൾ കണ്ടില്ല, കരുണാകരൻ്റെ ചന്തിയുടെ തഴമ്പ് കൊണ്ടാണ് ഇപ്പോൾ MLA സ്ഥാനം കിട്ടിയിട്ടുള്ളത്. അത് എത്ര പ്രാവശ്യം MLA സ്ഥാനം കൊടുത്തു അവരുടെ മക്കൾക്കൊക്കെ. പക്ഷെ അങ്ങനെ ഒരു അച്ഛൻ അല്ലെങ്കിൽ മന്ത്രിയായിട്ടില്ല. പിന്നെ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടൊരു സ്ത്രീയാണ്. അവർക്ക് വേണ്ടി അതൊക്കെയാണ് ഇപ്പോഴും ഇവിടെ ഭരണഘടനയ്ക്ക് അനുസരിച്ച് ചിന്താ പദ്ധതി ഉയരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. പുരോഗമനം പറയുന്ന ആൾക്കാരും അതുപോലെയൊക്കെ തന്നെ പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ ടീച്ചറുടെ ഏറ്റവും അധികം ഭൂരിപക്ഷത്തോടു കൂടിയിട്ടുള്ള ജയം പുരുഷന്മാർക്കൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ലോക്സഭയിൽ നിർത്തി തോൽപ്പിച്ചു. ഇത്രയൊക്കെ തന്നെയുള്ളൂ, അന്നവിടെ കിട്ടി. അതുകൊണ്ട് അത്രയ്ക്ക് വലിയ ജനസമ്മതിയൊന്നും ഇല്ല എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിർത്തി തോൽപ്പിച്ചു ലോക്സഭയിലേക്ക്. ബോധപൂർവം ഒതുക്കാനാണെന്ന ഒരു സംശയം അപ്പോഴേ എനിക്കൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തുകൊണ്ടൊരു വനിതാ മുഖ്യമന്ത്രി ആയില്ല? നമ്മൾ സ്ത്രീ വോട്ടർമാരൊക്കെ അത് അവരുടെ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ 2 കാര്യങ്ങൾ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തും. ഒരു വനിതാ മുഖ്യമന്ത്രി, ഒന്ന് എയ്ഡഡ് മേഖലയിലെ അനധ്യാപക നിയമനം PSCക്ക് വിടുക. ഇത് രണ്ടും ചെയ്യുകയാണെങ്കിൽ കുറേ വോട്ടുകൾ, സ്ത്രീകളുടെ വോട്ടുകൾ എന്തായാലും ഇടതുപക്ഷത്തിന് കിട്ടും. കാരണം ഞാനൊക്കെ ഇനി അങ്ങനെയാണ് വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോകുന്നുണ്ട്, തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ടീച്ചറെ പോലത്തെ ഇത്രയും കഴിവ് തെളിയിച്ച 5 പ്രാവശ്യത്തോളം സാമാജികമായിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് അവർ ജയിച്ചിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോട് ജയിച്ചിട്ടും അവർക്ക് 2ാം വട്ടം മന്ത്രിയാവാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം ബിന്ദു ഓടി വന്ന് അവിടെ അങ്ങോട്ട് കയറി. അവർക്ക് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഓടി വന്ന് അവരുടെ സേഫ് സോണിലായിരുന്നു. എയ്ഡഡ് മേഖലയിൽ അധ്യാപികയായി അവിടുന്ന് ശമ്പളവും പെൻഷനൊക്കെ വാങ്ങിയിട്ടാണ് അവിടെ വന്നത്. ടീച്ചർ അങ്ങനെയല്ല, എല്ലാ അൺസർട്ടനിറ്റിയിലാണ് ടീച്ചർ പോയിട്ടുള്ളത്. ഒരു ജോലി രാജിവെച്ചിട്ട് മുഴുവൻ സമയം രാഷ്ട്രീയക്കാരിയായിട്ട് വന്നിട്ടുള്ള സ്ത്രീയാണ്. അപ്പോൾ ടീച്ചറെ വേണമെങ്കിൽ 2ാം വട്ടം പരിഗണിക്കാമായിരുന്നു. പക്ഷെ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, പിന്നീട് ലോക്സഭ ഇലക്ഷൻ നിർത്തി തോൽപ്പിക്കുകയും ചെയ്തു. ഈ രാവിലെ കേട്ട വാർത്തയിൽ ടീച്ചറെ അടുത്ത ടേം വ്യവസ്ഥ ടീച്ചർക്കും ബാധകമാവും. ഇവിടെ ടേം വ്യവസ്ഥ ബാധകമാവാത്തത് പിണറായി വിജയന് മാത്രം. എന്താണ് ശ്രീ പിണറായി വിജയൻ അങ്ങനെ കരുതുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എനിക്ക് ശേഷം പ്രളയം എന്നാണുള്ള രീതിയായോ, വേറെ ആർക്കും നയിക്കാനുള്ള കഴിവില്ല എന്ന് ശ്രീ പിണറായി വിജയൻ പാർലമെൻ്ററി പാർട്ടി നേതാവും പൊളിറ്റിക്കൽ പാർട്ടി നേതാവും ഒന്നാകുമ്പോൾ ഒരാളാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. ടീച്ചർക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു എന്നാണ് രാവിലെ വന്ന വാർത്ത. ജില്ലാ കമ്മിറ്റി, ഇനി സംസ്ഥാന കമ്മിറ്റി ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല എന്താണെന്നുള്ളത്. ടീച്ചറെ ആക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. കാരണം അത് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി പദം എന്ന് പറയുന്നത് മറ്റ് ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും അതേപോലെ തന്നെ പാർട്ടി തീരുമാനങ്ങളെയൊക്കെ ആശ്രയിച്ചിരിക്കും. എന്നാലും
കേരള ജനത അത് മോഹിക്കുന്നുണ്ട്. കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ആവാം എന്നുള്ളത് ഒരു ഗോഡ് ഫാദറാണ് ഇന്ത്യൻ പൊളിറ്റിക്സ്. ഈ തമിഴ്നാട്ടിലൊരു വനിതാ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരാണ് ഇഷ്ടമുള്ള ഒരു സ്ത്രീ അവിടെ ഇങ്ങനെ പൊക്കി കൊണ്ടുവന്നതുകൊണ്ടാണ്. ഇവരൊക്കെ അത്തരം ഡേർട്ടി പൊളിറ്റിക്സാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അല്ലാണ്ട് കഴിവിനെ ആദരിച്ചിട്ടുകൊണ്ടല്ല. ഈ ടീച്ചർക്ക് ഗൗരിയമ്മയോട് ചെയ്ത അനീതിക്ക് ഒരു പ്രായശ്ചിത്താവും ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയാക്കിയിട്ടുണ്ടെങ്കിൽ. അത് ഞങ്ങൾ വ്യക്തിപരമായിട്ടല്ല പറയുന്നത്, രാഷ്ട്രീയപരമായിട്ട്. കേരള ജനത അത് വല്ലാതെ ഒരു സ്ത്രീ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ അന്തസ്സ് വല്ലാതെ ഉയരും, ആത്മവിശ്വാസം ഉയരും. അത് ഒരു പുരോഗമന പ്രസ്ഥാനം തന്നെയാണ് അത് മുന്നോട്ട് വെക്കേണ്ടത്. പിന്നെ അവർ വെറുമൊരു സ്ത്രീയല്ല, മന്ത്രി എന്ന നിലയിൽ ഗംഭീരമായി വളരെ ശാസ്ത്രീയമായിട്ടും പ്രായോഗികമായും മാനുഷികമായും കാര്യങ്ങൾ ചെയ്തൊരു സ്ത്രീയാണ്. അവർ പ്രതിസന്ധികളെ എല്ലാം വളരെ ശാസ്ത്രീയമായി നേരിട്ടത് കൊണ്ട് തന്നെയാണ് ടീച്ചർക്ക് അത്രയും പ്രശംസ. നിപ്പ കോവിഡ് കാലഘട്ടത്തൊക്കെ അത്രയും പ്രശംസ പിടിച്ചു പറ്റാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. പിന്നെ ടീച്ചർ മാറി നിന്നുകൊണ്ടുള്ള പ്രവർത്തനമല്ലായിരുന്നു, ആരോഗ്യ പ്രവർത്തകരുടെ ഒപ്പം നിന്ന് കൺട്രോൾ റൂമിൽ കാര്യങ്ങൾ കാര്യങ്ങളുടെ നിയന്ത്രണം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഒക്കെ തന്നെ ചെയ്ത ഒരു മന്ത്രിയായിരുന്നു. മാത്രമല്ല അവർ ഏറ്റവും തിളക്കമാർന്ന വിജയം എന്ന് പറയുന്നത് ഒരു ആരോഗ്യവകുപ്പിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉള്ളൊരു പരിഷ്കരണം, സമൂല പരിഷ്കരണമാണ് നടത്തിയത്. അത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം തന്നെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുക വഴി പ്രാദേശിക തലത്തിൽ തന്നെ മെച്ചപ്പെട്ട ചികിത്സ ജനങ്ങൾക്ക് ലഭിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തു. അത് നിസ്സാര കാര്യമൊന്നുമല്ല. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളിൽ അത്യന്താധുനിക സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കി നല്ല വികസനം മെഡിക്കൽ കോളേജിലുണ്ടായി. മാത്രമല്ല വിഡ്ഢിത്തം വിളമ്പില്ല, അബദ്ധങ്ങൾ സംസാരിക്കില്ല. വളരെ പക്വതയോടുകൂടിയാണ് ടീച്ചർ എല്ലാ കാര്യങ്ങളും. സയൻറ്റിഫിക് ടെമ്പർ ഉണ്ട്, സയൻസ് ടീച്ചറാണല്ലോ. വളരെ പക്വതയോടുകൂടി കാര്യങ്ങളെ സമീപിക്കുകയും വളരെ മിതത്വം പാലിക്കുകയും ചെയ്തിരുന്നു. സംസാരിക്കുമ്പോൾ വളരെ ലാളിത്യവും വ്യക്തതയും സംസാരത്തിലുള്ളത് കൊണ്ട് തന്നെ ജനങ്ങളുടെ വിശ്വാസ്യത ടീച്ചർക്ക് പിടിച്ചു പറ്റിയിട്ടുണ്ട്. അതല്ലാതെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ഷോപ്പീസ് അത് വഴിയിലിറങ്ങി തെരുവിൽ നിന്ന് വെല്ലുവിളിക്കുക ജേർണലിസ്റ്റുകളോടൊക്കെ. അവരോട് വരാൻ പറയൂ, ഞാനിവിടെ ഉണ്ടെന്ന് പറയൂ. എവിടെ കവലച്ചട്ടമ്പിയോട് പറയുന്ന പോലെ, അടുക്കളയിലെ പെണ്ണുങ്ങൾ സംസാരിക്കുന്ന പോലെ, നുണയേഷയും പറഞ്ഞുണ്ടാക്കുന്ന പോലെ ഇതൊക്കെയാണോ ചെയ്യുക? അങ്ങനെയൊന്നും അല്ല ശൈലജ ടീച്ചർ വളരെ മോഡറേഷനാണ്, വളരെ റിസർവ്ഡാണ്. പറയേണ്ടതേ പറയൂ, അല്ലാത്തത് പറയില്ല. ചിരിച്ചു നിൽക്കും, പറയാൻ പറ്റാത്ത സംസാരിക്കില്ല. ഒരു വാക്ക് കൂടുതലുമില്ല കുറവുമില്ല. വളരെ അപൂർവമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളൂ. അങ്ങനത്തെ ഒരു ടീച്ചർക്ക്, അങ്ങനത്തെ ഒരു ജനപ്രതിനിധി ആയി വളരെ മറ്റുള്ള ആകെക്കൂടി ടീച്ചറെ കുറിച്ച് ഒരു വിഷമം ആയിട്ട് കേട്ടത് ടി പിയെ കണ്ണൂർ ബോംബാക്രമണത്തിൽ പെട്ട ഒരു പ്രതിയെ പോലീസ് ജയിലിലേക്ക് അയക്കുമ്പോൾ അവരുടെ വീട്ടിലേക്ക് ടീച്ചർ പോയി എന്നുള്ളതാണ് പറഞ്ഞത്. അത് ടീച്ചർ അവിടെ നിന്നുകൊണ്ട് ടീച്ചർ പറഞ്ഞത് കുറച്ച് ഒരു വഴുവഴുപ്പുള്ള പ്രതലത്തിൽ നിന്ന് ടീച്ചർ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അത് നിവൃത്തികേടായിട്ടാണ്. പാർട്ടി പൊതുപ്രവർത്തനത്തിൽ അവർക്ക് ചിലത് കണ്ടില്ലെന്ന് നടിക്കേണ്ടതായിട്ട് വന്നു, അല്ലെങ്കിൽ പാർട്ടി നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിയത് കൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ ചെയ്തത്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലെ ടീച്ചർ അങ്ങനത്തെ ഒരാളല്ല എന്നുള്ളതൊക്കെ സാമാന്യ ബോധമുള്ളവർക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ ആ ടീച്ചറോട് ഒരു ഇന്നവിറ്റബിൾ പാർട്ടാണ്, അനിവാര്യമായൊരു ഘടകമാണ് ഈ തെരഞ്ഞെടുപ്പുകളിലെ. പക്ഷെ അവരെ വളരെ സൗകര്യപൂർവ്വം ഒഴിവാക്കുകയും വീണ ജോർജിന് വീണ്ടും അവസരം കൊടുക്കുകയും ഇത് മൂന്നാമത്തെ അവസരം, രണ്ടും കഴിഞ്ഞു മൂന്നാമത്തെ അവസരം. ഈ മാതിരി ആളുകളോട് സംസാരിക്കാൻ അറിയാത്ത, ഇപ്പം ഇത്തിരി മേക്കപ്പ് കുറച്ചിട്ടുണ്ട്, ഇങ്ങനെ ഷോപ്പീസായിട്ട് നടക്കുന്ന വീണ ജോർജിനെയാണ് ഇപ്പോൾ
പൊക്കിക്കൊണ്ട് കിടക്കുന്നത്. രാഷ്ട്രീയം ലെവലേശം അറിയില്ല. കാരണം അവരിങ്ങനെ പറയും, അവർ നുരുമെന്ന് കെട്ടിയിറങ്ങിയ അവർക്ക് SFI ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല, പാർട്ടിയായിട്ട് പ്രബന്ധം പോലും ഇല്ലാത്ത ആൾക്കാരെയാണ് ഇപ്പോൾ സഖാവ് വീണ ജോർജ് എന്നും പറഞ്ഞ് നടക്കുന്നത്. അവരെ കൊണ്ടുവന്ന് അവർക്ക് മൂന്നാമത് അവസരം കൊടുക്കുക, ടീച്ചർക്ക് അവസരം നിഷേധിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളമൊക്കെ ശൈലജ ടീച്ചർ ഒരു സ്ത്രീ മുഖ്യമന്ത്രിയായി അവർക്കുള്ള കപ്പാസിറ്റി ഉണ്ട്. അവർ വളരെ ഗംഭീരമായി അത് ഭരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത്തരമൊരു ടീച്ചറെ ഈ ടേം വ്യവസ്ഥ ചിലർക്ക് മാത്രം ഇളവ് ചെയ്യാം. അദ്ദേഹം ചിലപ്പോൾ അത്രയ്ക്കധികം വലിയ സംഘാടകനും അത്രയ്ക്കും വലിയ ഒരു പേഴ്സണാലിറ്റിയൊക്കെ ആയിരിക്കും. നമ്മളതിനൊന്നും നിഷേധിക്കുന്നില്ല. എനിക്ക് പിണറായി വിജയനോടൊന്നും വ്യക്തിവൈരാഗ്യമൊന്നുമില്ല. പക്ഷേ ടേം വ്യവസ്ഥ അങ്ങനെയാണെങ്കിൽ സുധാകരൻ ആയിക്കൂടെ, സുധാകരനായിക്കൂടെ, അദ്ദേഹത്തിനും ഇതേ പ്രായം തന്നെയല്ലേ ഉള്ളൂ. പക്ഷേ അതോ പിണറായി വിജയന് ടേം വ്യവസ്ഥ നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേ എക്സംഷൻ ടീച്ചർക്കും കൊടുക്കാമല്ലോ. കുറച്ച് നാൾ പിണറായി വിജയൻ ഇരുന്നുകൊണ്ട് റിസൈൻ ചെയ്തിട്ട് അദ്ദേഹം ഏജ്ഡായി, ഓൾഡ് ഏജ്, വളരെ വയസ്സായി, ഇരുന്നുകൊണ്ട് ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയാക്കുകയാണ് അല്ലേ വേണ്ടത്? എന്താ പൊതുജനത്തിന് അത്രയധികം ആഗ്രഹമുള്ള ഒരു വ്യക്തിയെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് ശരി? നമ്മൾ ആഗ്രഹിക്കുന്നു ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി ആയി കാണണമെന്ന്. ശൈലജ ടീച്ചർ എന്നുള്ള വ്യക്തിയല്ല, ഒരു സ്ത്രീ ടീച്ചർ വ്യക്തി എന്ന നിലയിൽ ടീച്ചർ ആരും മോശമെന്ന് പറയുന്നില്ല. വളരെ നല്ല മന്ത്രിയായിരുന്നു, നല്ല പൊതുപ്രവർത്തകയാണ്. ആ ടീച്ചർ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ഞാനടക്കമുള്ള ആളുകൾ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് പുരോഗമന പ്രസ്ഥാനം ഇങ്ങനെ ഒരു രണ്ടിട്ട നീതി കാണിക്കുന്നത് ശരിയാവില്ല? ആണുങ്ങൾക്ക് ടേം വ്യവസ്ഥ ചിലരെ ഒഴിവാക്കാം, പക്ഷേ സ്ത്രീക്ക് ടേം വ്യവസ്ഥയ്ക്ക് ടീച്ചർ സ്ത്രീ ആയതിൻ്റെ പേരിൽ വിധേയപ്പെടണം എന്ന് പറയുന്നത് ശരിയല്ല. എല്ലാവർക്കും അങ്ങനെ ആണിൻ്റെ ഒരു വ്യവസ്ഥ മാത്രമായി പുരോഗമന പാർട്ടി തുടരുന്നത് നല്ലതല്ല. രണ്ട് കാര്യങ്ങൾ പുരോഗമന പാർട്ടി പ്രകടന പത്രികയിൽ വയ്ക്കണം. വനിതാ മുഖ്യമന്ത്രി, എയ്ഡഡ് മേഖലയിലെ അനധ്യാപക നിയമനം, PSC. കഴിയോ? ധൈര്യമുണ്ടോ? ഇല്ല. 2 വർഷം രണ്ടാമത്തെ ടേം കിട്ടിയപ്പോൾ പലതും ചെയ്യുമെന്ന് പറഞ്ഞു. പലതും ചെയ്ത കൂട്ടത്തിൽ ഈ ഖജനാവിലെ സിംഹഭാഗം പോകുന്ന അനർഹരായ അനധ്യാപകരുടെ നിയമനം PSCക്ക് വിട്ടിട്ടില്ല. നന്ദി, നമസ്കാരം.